നിങ്ങളെല്ലാവരും ഒരു വീഡിയോ കണ്ടു കാണും. അതായത് യൂട്യൂബിലുള്ള ഒരു വീഡിയോ ആണ്. ഒരു സ്റ്റിക്കർ നമ്മുടെ പെട്രോൾ ടാങ്കിന് മുകളിൽ ഒട്ടിച്ചാൽ നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി, അതായത് മൈലേജ് കൂടും. അതുപോലെ കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ അതുപോലുള്ള എമിഷൻസ് കുറയും. വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ കണ്ടു. ഒരു സ്റ്റിക്കർ മാത്രമാണ് ഒട്ടിക്കേണ്ടത്. 799 രൂപയ്ക്കുള്ള ഒരു ഫ്രീക്വൻസി സ്റ്റിക്കർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻറ്റൊക്കെ വായിച്ചപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം എന്താ വെച്ചാൽ ഇത്രയും മണ്ടത്തരങ്ങളൊക്കെ പറയുമ്പോഴും നമ്മുടെ മലയാളികൾ അതിനെയൊക്കെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള സംസാരിക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നി. നമ്മൾ ഇത്രയും മണ്ടന്മാരാണോ എന്നുള്ളത്. ഒരു പാട്രിക്കിനെ കൊണ്ട് നിർത്തി. പാട്രിക്ക് ഒന്നും സംസാരിക്കുന്നില്ല. എനിക്ക് പാട്രിക്കാണോ എന്ന് സംശയമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടാതെ ഒരു ചേതനയേറ്റ ഒരു രൂപം. അത് പോട്ടെ, അത് ഡിഫറെൻറ്റ് ഇഷ്യൂ. അദ്ദേഹം പറയുന്നത് ഈ പെട്രോൾ എന്ന് വെച്ചാൽ കംപ്രസ്ഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. അതായത് തിക്ലി പാക്ഡ് അല്ലെങ്കിൽ ടൈറ്റ്ലി പാക്ഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഫ്രീക്വൻസി സ്റ്റിക്കർ വെക്കുമ്പോൾ ഈ ഫ്രീക്വൻസി അതിനെ ടൈറ്റ്ലി പാക്ഡ് ഉള്ളതിനെ ലൂസാക്കി വിടും. അങ്ങനെയാണ് ഇതിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നത്. ശരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഫ്രീക്വൻസി? നമ്മൾ സാധാരണ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനൊക്കെയാണ് ഫ്രീക്വൻസി പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസിയുടെ അർത്ഥം. ആവൃത്തി എന്ന് പറയും മലയാളത്തിൽ. ഇപ്പം നമ്മുടെ ഹാർട്ട് ബീറ്റ് 60 പ്രാവശ്യം ഒരു മിനിറ്റിൽ അടിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു പ്രാവശ്യം. അപ്പോൾ 1 ഹേർട്സ് എന്നാണ് പറയുക അതിൻ്റെ ഫ്രീക്വൻസി. അതുപോലെ നമ്മുടെ വേവ്സ്, പല ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, റേഡിയോ വേവ്സ്, ഇതൊക്കെ തരംഗങ്ങളാണ്. ഈ തരംഗങ്ങൾക്കൊക്കെ ഒരു തരംഗ ദൈർഘ്യമുണ്ട്. അപ്പോൾ ഈ തരംഗങ്ങളൊക്കെ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് നമ്മൾക്കറിയാം 3 ലക്ഷം km/s അപ്രോക്സിമേറ്റ്ലി. ലൈറ്റിൻ്റെ സ്പീഡാണ്. അപ്പോൾ ഈ തരംഗ ദൈർഘ്യം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ 3 ലക്ഷം km/s തരംഗ ദൈർഘ്യം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഫ്രീക്വൻസി. അതായത് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഈ ഒരു തരംഗത്തിൻ്റെ ആ ഒരു സിമ്പിൾ യൂണിറ്റ് ഉണ്ടല്ലോ, അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു വേവിനുള്ള ഒരു കാര്യമാണ്. ഇതിലെങ്ങനെയാണ് ഒരു വേവ് ഈ ഒരു സ്റ്റിക്കറിൽ പിടിച്ചു നിർത്തുന്നത്? അതൊരു സോഴ്സായിട്ട് വർക്ക് ചെയ്യണം, ഓക്കെ, അതൊരു തരംഗം പുറപ്പെടുക്കുകയാണെങ്കിൽ. ഒരു ഫ്രീക്വൻസി എന്നുള്ളത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതൊരു സെക്കൻഡിൽ സംഭവിക്കുന്ന ഒരു സാധനമാണ്. എത്ര പ്രാവശ്യം ഈ തരംഗം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഈ തരംഗ ദൈർഘ്യങ്ങളുണ്ടെന്നാണ്. അപ്പോൾ അത് ഒന്നാമത്തെ മണ്ടത്തരം. അങ്ങനെ ഒരു ജാർഗൺ ഉപയോഗിച്ച് മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. ഫ്രീക്വൻസി സ്റ്റിക്കറാണ് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ടാമത് ഈ കംപ്രസ്ഡ് അല്ലെങ്കിൽ ഡെൻസ്ലി പാക്ഡ്, തിക്ലി പാക്ഡ് ഹൈഡ്രോ കാർബൺസ് തന്നെയാണ് പെട്രോള്. അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി തീരുമാനിക്കുന്നത് പ്രഷറും ടെമ്പറേച്ചറൊക്കെയാണ്. ഒരു ടെമ്പറേച്ചറിൽ, ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ അതിനുള്ള ഡെൻസിറ്റി തീരുമാനിക്കുന്നത് ആ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറാണ്. ഉദാഹരണത്തിന് പെട്രോള് ലിക്വിഡ് ഫോമിലാണുള്ളത്. അതിനൊരു നിശ്ചിത ഡെൻസിറ്റി ഉണ്ട്. ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ എടുത്താൽ, ഒരു ഘന സെൻറ്റിമീറ്റർ എടുത്താൽ അതിൽ ഇത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് വളരെ ഫിക്സഡ് ആണ്. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറും പ്രഷറും എടുത്താൽ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ പ്രഷർ കുറയുമ്പോൾ അത് ഗ്യാസായി മാറും. പ്രഷർ കൂടുമ്പോൾ ഒരു ഹൈ പ്രഷർ കൊടുത്താൽ അത് സോളിഡായിട്ടും മാറാം. അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അല്ലാതെ ഈ ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾക്ക് അതിനെ ലൂസാക്കാൻ പറ്റില്ല. ടൈറ്റ്ലി പാക്ഡിനെ ലൂസാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ലൂസാക്കുന്നതും ടൈറ്റാക്കുന്നതും നമ്മൾ ബേസിക്കലി പ്രഷർ വെച്ചിട്ടാണ്. ടെമ്പറേച്ചർ വെച്ചിട്ടും ചെയ്യാം. ടെമ്പറേച്ചർ നമുക്ക് കുറച്ചുകൂടി ടൈറ്റ് പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ പ്രഷർ ഒരുപാട് കൂട്ടിയിട്ട് ടൈറ്റ് പാക്ക് ചെയ്യാം. അപ്പോൾ പെട്രോൾ ടാങ്കിലുള്ള പ്രഷർ ഇത് ഒട്ടിച്ചാലില്ലെങ്കിൽ അതിനകത്തുള്ള പ്രഷർ സെയിം ആയിരിക്കും. അതുകൊണ്ട് അതിനകത്തുള്ള ഡെൻസിറ്റിക്ക് മാറ്റം വരുന്നില്ല, അല്ലെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസിക്ക് മാറ്റം വരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഈ ടൈറ്റ് ബൗണ്ട് വേഴ്സസ് ലൂസ് ബൗണ്ടിന് മാറ്റം വരുന്നില്ല. ഇതൊക്കെ വെറും ഒരു ജാർഗൺ മാത്രമാണ്, മണ്ടത്തരമാണ്. വിശ്വസിക്കരുത്. 799 രൂപ കളയരുത്. ഇത്രയാണ് പറയാനുള്ളത്.